നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം. വാർത്തകളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? നമ്മൾ തിരിച്ചടി നടത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവാസ ലോകത്തുള്ള ജനങ്ങൾക്ക് അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രധാനമായും യാത്ര ചെയ്യാനായി അവർക്ക് വേണ്ടിയിട്ടാണ്. വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ചില കാര്യങ്ങൾ വരുന്നു. 10ഓളം വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. അതിൽ 3ഓളം വിമാനത്താവളങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ തുടർന്ന് ദക്ഷിണേഷ്യയിലൂടെയുള്ള ഗൾഫ് വിമാന സർവീസുകൾ വിമാന കമ്പനികൾ റദ്ദാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലതെല്ലാം വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. വ്യോമാതിർത്തികൾ അടച്ചതിനെ തുടർന്നാണ് വടക്കൻ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാമാണ് റദ്ദാക്കേണ്ടി വന്നിട്ടുള്ളത്. ദുബായ്, അബുദാബി, ദോഹ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഖത്തർ എയർലൈനുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് ഇത്തിഹാദ് എയർലൈൻസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇൻഡിഗോ, സ്പേസ് ജെറ്റ് എയർലൈനുകളും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ദുബായ്, സിയാൽകോട്ട്, ലാഹോർ, ഇസ്ലാമാബാദ്, പെഷവാർ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എമിറേറ്റ്സ് എയർലൈൻസ് റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിമാനങ്ങളാണ് ഇതുപോലെ റദ്ദാക്കിയിട്ടുള്ളത്. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർ ഒരു കാരണവശാലും പാകിസ്ഥാൻ വിമാനത്താവളത്തിൽ എത്തേണ്ടതില്ല എന്ന് കറാച്ചിയിൽ നിന്നും തിരിച്ചുമുള്ള വിമാന സർവീസുകളുടെ ഷെഡ്യൂളുകളിൽ മാറ്റമില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തിയ അബുദാബിയിൽ നിന്ന് ലാഹോറിലേക്കുള്ള EY-284, കറാച്ചിയിലേക്കുള്ള EY-296, ഇസ്ലാമാബാദിലേക്കുള്ള EY-302, ഇത്തിഹാദ് വിമാന സർവീസുകൾ അബുദാബിയിലേക്ക് തിരികെ മടങ്ങിയതായി ഇത്തിഹാദ് എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമാതിർത്തികൾ അടച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇതുകൂടാതെ കറാച്ചി അബുദാബി, ലാഹോർ അബുദാബി, ഇസ്ലാമാബാദ് അബുദാബി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നും എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പുനഃക്രമീകരിക്കുമെന്ന് തായ്വാനിലെ ഈവ എയർ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെ കടന്നുപോകുന്ന ഇന്നത്തെ സിയോൾ, ഇഞ്ചിയോൺ, ദുബായ് വിമാനങ്ങൾ മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇന്ത്യ റൂട്ടിലൂടെ വഴിതിരിച്ചുവിട്ടതായിട്ട് കൊറിയൻ എയർ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളം വിമാനങ്ങളാണ് ഇതുപോലെ മാറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഷെഡ്യൂളുകൾ മാറ്റിയിട്ടുണ്ട്, ചിലതെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ യാത്രാക്രമം ഒന്നുകൂടി പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ചയാണ് ടെലിഫോണിൽ സംസാരിച്ചത്. സംഭാഷണത്തിൽ ഖത്തർ ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ അനുശോചനം അറിയിച്ച അമീർ ആക്രമണത്തിനിരയായവരുടെയും കുടുംബാംഗങ്ങളുടെയും വേദനയിൽ പങ്കുചേരുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ഖത്തർ അമീർ പൂർണ്ണ പിന്തുണ അറിയിച്ചതായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോം വഴി പങ്കുവച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികൾക്കും അമീർ പിന്തുണ അറിയിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ഇസ്വാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ അമീറിന്റെ സന്ദർശനത്തിനും പിന്തുണയ്ക്കും ഈ ഖത്തർ അമീറിന്റെ സന്ദേശത്തിനും പിന്തുണയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യ ഖത്തർ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമീറിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ എടുത്ത തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നത് സംബന്ധിച്ചും ഇരുവരും സംസാരിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ഖത്തർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായും വിദേശകാര്യ മന്ത്രിയുമായും മുഹമ്മദ് ഇഷാഖ് ദാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സമാധാന ശ്രമങ്ങൾക്ക് ഖത്തറിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും നിലവിലുള്ള സാഹചര്യങ്ങളും നിയന്ത്രണത്തിലൂടെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ മാത്രമേ സമാധാനപരമായും മാർഗങ്ങളിലൂടെയും പരിഹരിക്കാവുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഖത്തറിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഖത്തർ പ്രധാനമന്ത്രി നൽകിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇന്നത്തെ പുലർച്ചെ 1:44 മുൻപ് വരെയുള്ള ഉറപ്പായിരിക്കാം. ഒരു പക്ഷെ അത് മാറി മറിയാനുള്ള സാധ്യതയാണല്ലോ വന്നിരിക്കുന്നത്. വീണ്ടും വാർത്തകൾ വരുന്നത് യുദ്ധത്തിനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്.
വ്യോമ പ്രതിരോധവുമായി പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ. പാകിസ്ഥാനെതിരെ കനത്ത വ്യോമാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിമാനയാത്രികർക്ക് പ്രത്യേക അറിയിപ്പുമായി ഇൻഡിഗോ കമ്പനി വന്നിട്ടുണ്ട്. മെയ് 10 വരെ രാജ്യത്തെ 11 ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ ഒഴിവാക്കിയിട്ടുണ്ട്. അറിയിപ്പുമായി ഇൻഡിഗോ എയർലൈൻസ് ആണ് വന്നിട്ടുള്ളത്. ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, ധരംശാല, ബിക്കാനർ, ജോധ്പൂർ, ഗ്വാളിയോർ, കൃഷ്ണഗഡ്, രാജ്കോട്ട് ഈ വിമാനത്താവളങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് ഇൻഡിഗോ കമ്പനി റദ്ദാക്കിയിട്ടുള്ളത്. മെയ് 10 ഇന്ത്യൻ സമയം രാവിലെ 5:29 വരെ ഈ നിയന്ത്രണം തുടരുമെന്ന് ഇൻഡിഗോ എക്സ്പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റ് വിമാനത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുമോ എന്ന കാര്യം കമ്പനി ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യോമ മേഖലയിലെ നിയന്ത്രണങ്ങളും സുരക്ഷയും ഇൻഡിഗോ നിരീക്ഷിച്ചു വരുന്നു. യാത്രയ്ക്കായി വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടും മുമ്പ് വിമാനങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഇൻഡിഗോ യാത്രക്കാരോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ യാത്രക്കാർ കാണിക്കുന്ന സഹകരണത്തിന് ഇൻഡിഗോ നന്ദിയും എക്സിൽ രേഖപ്പെടുത്തിയിരുന്നു. തീർച്ചയായിട്ടും ഇൻഡിഗോയുടെ മുന്നറിയിപ്പ് പ്രകാരം തന്നെ എല്ലാവരും അവരുടെ യാത്ര ക്രമീകരിക്കുക. ഒപ്പം അതുപോലെ തന്നെ ഏകദേശം 10ഓളം വരുന്ന വിമാനത്താവളങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, അതുപോലെ തന്നെ അടച്ചിരിക്കുകയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ. എല്ലാവർക്കും അങ്ങനെ വേണ്ടി വരും. കാരണം വ്യോമപാത അടച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങൾ വന്നിരുന്നു. ഇപ്പൊ പിന്നെ ഒരു ആക്രമണം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അങ്ങോട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് അവര് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമോ അതോ ഇന്ത്യ തന്നെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒന്നും തന്നെ തീർച്ചയാക്കാൻ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികൾ എല്ലാവരും യാത്രയിൽ ഒന്ന് ക്രമീകരിക്കുക. തീർച്ചയായും മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. സൗദി അറേബ്യ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിവിധ ഇടങ്ങളിൽ പൊടിക്കാറ്റ് വീശിയടിച്ചു. ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരികയാണ്. സൗദി അറേബ്യ, കുവൈത്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലാണ് ഈ പൊടിക്കാറ്റ് ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പൊടിക്കാറ്റ് ഉണ്ടായതോടുകൂടി പലയിടങ്ങളിലും യാത്രാ തടസ്സം ഉണ്ടായി. 3 രാജ്യങ്ങളിലെയും അധികൃതർ റെഡ് അലേർട്ട് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സൗദി അറേബ്യയുടെ മധ്യഭാഗത്ത് അൽ ഖസീം പ്രവിശ്യ അപൂർവമായ ഫാൾ ഓഫ് ഡസ്റ്റ് എന്ന പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തുടർന്നാണ് ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം അതുപോലെ തന്നെ ഇപ്പോഴും പൊടിക്കാറ്റ് വരുമ്പോൾ നമ്മൾ പറയാനുള്ളതാണ്, യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ദൂരപരിധി, കാഴ്ചപരിധി ഒക്കെ തന്നെ കുറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് US സാന്റിയാഗോ നഗരത്തിലെ ശാന്തസമുദ്ര തീരത്തിന് സമീപം കുടിയേറ്റക്കാർ സഞ്ചരിച്ചിരുന്ന ബോട്ട് മുങ്ങി 3 പേർ മരിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കുടുംബത്തിലെ 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേരെ കാണാതായിട്ടുമുണ്ട്. 4 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. 16 പേർ സഞ്ചരിച്ചിരുന്ന ബോട്ട് തിങ്കളാഴ്ച രാവിലെ 6:30-ക്കാണ് സാന്റിയാഗോയിലെ ടോറി പോയിന്റ് സ്റ്റേറ്റ് ബീച്ചിന് സമീപം മുങ്ങിയത്. 4-അംഗ ഇന്ത്യൻ കുടുംബത്തിലെ മാതാപിതാക്കൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അനധികൃത കുടിയേറ്റത്തിന് ശ്രമിച്ചവരാണ് ഇങ്ങനെ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും അനധികൃത കുടിയേറ്റങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോഴും നിയമങ്ങളും എല്ലാം നടന്നിട്ടുള്ളത്. അമേരിക്കയിലും എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതും കുടിയേറ്റക്കാരെ ഒഴിവാക്കി വിട്ടതെല്ലാം ഇതിനെ തുടർന്നാണ്. തീർച്ചയായിട്ടും മറ്റൊരു വാർത്ത കൂടി നോക്കുകയാണെങ്കിൽ സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലെ നിയമനങ്ങളിൽ സ്വദേശികളുടെ എണ്ണം കുത്തനെ കൂട്ടുന്നു എന്നൊരു വാർത്തയുണ്ട്. ഈ ഒരു വാർത്ത സത്യത്തിൽ മലയാളികളുടെ നെഞ്ചു തകർക്കുന്ന വാർത്തയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാളികളടക്കം 100 കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന വിമാനത്താവള മേഖലയിൽ സ്വദേശിവൽക്കരണം അതിവേഗത്തിലാണ് പൂർത്തിയാകുന്നത്. കഴിഞ്ഞ വർഷം 475 സ്വദേശികളെ വിവിധ തസ്തികകളിൽ നിയമിച്ചതായി അബുദാബി വിമാനത്താവളം അറിയിച്ചു. ഇതോടെ ആകെ സ്വദേശി ജീവനക്കാരുടെ എണ്ണം 44.3% ഉയർന്നിരിക്കുകയാണ്. സ്വദേശികളിൽ 225 പേരും വിമാനത്താവളത്തിലെ പ്രധാന തസ്തികകളിലാണ് ജോലി ചെയ്യുന്നത്. ഫീൽഡ് ജോലിക്കാരായും ഓപ്പറേഷൻ രംഗത്തും ലഗേജ് വിഭാഗത്തിലും ഏവിയേഷൻ സുരക്ഷയിലും എല്ലാം ഇപ്പോൾ സ്വദേശികളുണ്ട്. ഈ വർഷം മുതൽ പരിശീലനം പൂർത്തിയാകുന്ന സ്വദേശികളെ സാങ്കേതിക വകുപ്പിലും നിയമിക്കും. ബിരുദം നേടി പുറത്തിറങ്ങുന്ന പുതിയ സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് 12 മാസത്തെ പരിശീലനത്തിന് ശേഷമായിരിക്കും വിമാനത്താവളങ്ങളിൽ നിയമനം നൽകുക. ഏവിയേഷൻ രംഗത്ത് തൊഴിൽ പരിചയം നേടാൻ വിമാനത്താവള വകുപ്പ് ബന്ധപ്പെട്ട സർവകലാശാലകളുമായി സഹകരിച്ച് തൊഴിൽ പരിശീലന പദ്ധതിക്ക് രൂപം നൽകുന്നുണ്ട്. വിമാനത്താവളത്തിലെ നേതൃ തസ്തികകളിലെല്ലാം സ്വദേശികളെ നിയമിക്കുമെന്ന് വിമാനത്താവളത്തിലെ മാനവ വിഭവശേഷി വിഭാഗം അറിയിച്ചിട്ടുണ്ട്. മധ്യപൂർവ്വ ദേശങ്ങളിൽ അതിവേഗം പുരോഗതി പ്രാപിക്കുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അബുദാബി സയ്യിദ് വിമാനത്താവളം. എയർപോർട്ട് മാനേജ്മെന്റിൽ ധാരാളം മലയാളികൾ അബുദാബിയിൽ ജോലി ചെയ്യുന്നുണ്ട്. സ്വദേശി നിയമനം കൂടുന്തോറും മലയാളികളുടെ തൊഴിലവസരം കുറയുകയാണ് എന്നൊരു വാസ്തവം കൂടി വരികയാണ്. വിമാന കമ്പനികളുടെ ചെക്ക് ഇൻ കൗണ്ടറുകളിലും ഗ്രൗണ്ട്
ഗ്രൗണ്ട് ഹാൻഡിലിംഗ് രംഗത്തും ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇത് പ്രവാസികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഇത്രയും വേഗം മറ്റൊരു ജോലി നോക്കാനുള്ള സമയമായി ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം സ്വദേശിവൽക്കരണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഗൾഫ് രാജ്യങ്ങളിലും സ്വദേശിവൽക്കരണം അതിന്റെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ട്. കുവൈറ്റിലെല്ലാം ധാരാളം വന്നിട്ടുണ്ട്, ഖത്തറിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ അബുദാബിയിൽ. അതെ, സൗദിയിലും സ്വദേശിവൽക്കരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ സ്വദേശിവൽക്കരണം അതിന്റെ പൂർണ്ണ തോതിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു തിരിച്ചടിയുടെ സാഹചര്യത്തിൽ കൂടുതലായി വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അവസാനമായി വായിച്ച ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മൾ നാളത്തെ ബുള്ളറ്റിൽ അത് ഉൾപ്പെടുന്നതായിരിക്കും. എന്തായാലും യാത്രകൾ ക്രമീകരിക്കുമ്പോൾ മുന്നറിയിപ്പുകൾ ശ്രദ്ധേയമായി നോക്കുക. ഒരു പക്ഷേ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് മുന്നറിയിപ്പുകൾ. കൂടുതൽ വിമാനത്താവളങ്ങൾ അടയ്ക്കുവാനും തുറക്കുവാനും ഒക്കെ തന്നെ നിലവിൽ സാഹചര്യമുണ്ട്. എന്തായാലും നാളെ കാണാം. അതുവരേക്കും നമസ്കാരം.